ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ജുപോഡ്. ശബ്ദം അല്ലെങ്കിൽ സൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പിച്ച് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലൗഡ്നെസ് എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം ശബ്ദത്തിന്റെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ആ ശബ്ദത്തിന്റെ പിച്ച് കൂടുതലായിരിക്കും. സോ അത്തരത്തിലുള്ള ശബ്ദം നമ്മളുടെ ചെവികളിലേക്ക് തുളഞ്ഞു കയറാറുണ്ട്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞു വെക്കാം, ശബ്ദത്തിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി കുറവാണെങ്കിൽ ആ ശബ്ദം അത്രത്തോളം നമ്മളുടെ ചെവികളിലേക്ക് തുളഞ്ഞു കയറാറില്ല. അത്തരത്തിലുള്ള ശബ്ദത്തിന്റെ സ്ഥായി അല്ലെങ്കിൽ പിച്ച് കുറവായിരിക്കും എന്ന് മനസ്സിലാക്കാം. നമുക്കൊരു ഉദാഹരണം അല്ലെങ്കിൽ എക്സാമ്പിൾ എടുത്താലോ? നമുക്കറിയാം മെയിൽസിന്റെ കേസിൽ അവരുടെ ശബ്ദത്തിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. ശബ്ദത്തിന്റെ ഫ്രീക്വൻസി കുറവായത് കൊണ്ട് തന്നെ അത്തരത്തില് മെയിൽസിന്റെ ശബ്ദം, പുരുഷന്മാരുടെ ശബ്ദം നമ്മളുടെ ചെവികളിലേക്ക് തുളഞ്ഞു കയറാറില്ല. സോ അവരുടെ പിച്ച് അല്ലെങ്കിൽ സ്ഥായിയും കുറവായിരിക്കും. എന്നാൽ ഫീമെയിൽസിന്റെ കേസ് എടുത്ത്, ഫീമെയിൽസിന്റെ കേസിൽ അവരുടെ ശബ്ദത്തിന്റെ ഫ്രീക്വൻസി കുറച്ച് കൂടുതലാണ്. ശബ്ദത്തിന്റെ ഫ്രീക്വൻസി കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മളുടെ ചെവികളിലേക്ക് തുളഞ്ഞു കയറുന്നു. അത്തരത്തില് ചെവികളിലേക്ക് തുളഞ്ഞു കയറുന്ന അനുഭൂതി ഉണ്ടാക്കുന്ന ശബ്ദങ്ങളുടെ പിച്ച് അല്ലെങ്കിൽ സ്ഥായി കൂടുതലാണ് എന്ന് പറയാം. ഇത്രമാത്രം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കാം. ശബ്ദത്തിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി കൂടുതലാണോ, ശബ്ദത്തിന്റെ പിച്ച് അല്ലെങ്കിൽ സ്ഥായി കൂടുതലായിരിക്കും. ഇനി ശബ്ദത്തിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി കുറവാണോ, പിച്ച് കുറവായിരിക്കും എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം. എളുപ്പമല്ലേ? ഇവിടെ നമ്മളോട് ചോദിച്ചോ പിച്ച് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഫ്രീക്വൻസി കൂടുമ്പോൾ പിച്ച് കൂടുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു ക്വാണ്ടിറ്റി കൂടുന്ന സമയത്ത് ലൗഡ്നെസ്സും കൂടുന്നുണ്ട്. എന്താ അത്? നമുക്കറിയാം ആയതിയാണ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. ശബ്ദത്തിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടിക്കഴിഞ്ഞാൽ ശബ്ദത്തിന്റെ ലൗഡ്നെസ് കൂടും. നല്ല ഉച്ചതയുള്ള ശബ്ദമാണ് പുറത്തേക്ക് വരിക. സോ ശബ്ദത്തിന്റെ ആയതി കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിന്റെ ഉച്ചതയും കൂടുതലായിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ, റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. Which device is used to detect the depth of the ocean by using ultrasonic waves? അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കടലിന്റെ ആഴം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നമുക്കറിയാം സോണാർ എന്ന് പറഞ്ഞ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറഞ്ഞ ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കടലിന്റെ ആഴം അളക്കുന്നത്. കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ക്ലിയർ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. എ സിമ്പിൾ പെൻഡുലം കംപ്ലീറ്റ്സ് 30 ഓസിലേഷൻസ് ഇൻ 10 seconds. വാട്ട് ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി? സോ ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് 30 ദോലനങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്. എത്ര സമയം എടുത്തുകൊണ്ടാ? 10 സെക്കൻഡ് സമയം എടുത്തുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി എന്താണ്, ആവൃത്തി എന്താണ്? നമുക്കറിയാം ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ അയാളുടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് ദോലനങ്ങളുടെ എണ്ണത്തിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാ. എന്താ ഈ ദോലനം എന്ന് പറഞ്ഞാൽ? ഓസിലേഷൻസ് ആണ്. സോ ഒരു സെക്കൻഡിനകത്ത് എത്ര ഓസിലേഷൻസ് ഉണ്ടോ അത്ര ഫ്രീക്വൻസി ആ ഒരു സിമ്പിൾ പെൻഡുലത്തിനുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. എങ്ങനെയാ അപ്പൊ ഈ ഓസിലേഷൻസിന്റെ എണ്ണം കണ്ടുപിടിക്കുക? നോക്കണേ. ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങിന്റെ അറ്റത്ത് ഒരു മാസ് തൂക്കിയിട്ടിരിക്കുന്ന വസ്തുവാണ്. സോ ഈ മാസ് എന്ന് പറയുന്നത് ഇരുമ്പിന്റെ മാസ് ആയിരിക്കണം. സോ ഇരുമ്പിന്റെ മാസിനെ നമ്മൾ ഒരു സൈഡിലേക്ക് വലിച്ചു പിടിച്ച് അയാളെ വിട്ടുകഴിഞ്ഞാൽ അയാൾ ഇടത്തോട്ടേക്കും വലത്തോട്ടേക്കും ചലിക്കാൻ തുടങ്ങും. അത്തരത്തിൽ ഇടത്തോട്ടേക്കും വലത്തോട്ടേക്കും രണ്ട് ദിശയിലേക്കും രണ്ട് ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് മോഷനെ, ആ ടൈപ്പ് ഓഫ് ചലനത്തിനെ നമ്മൾ പേരിട്ട് വിളിച്ചു ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ. സോ ഇത്തരത്തിലൊരു സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിനകത്ത് എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കിക്കൊണ്ടാണ് അയാളുടെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ നിങ്ങൾ അധികം ആലോചിച്ച് കഷ്ടപ്പെടേണ്ടതില്ല, അധികം ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആകേണ്ടതില്ല. നിങ്ങൾ ഇത്ര മാത്രം ചെയ്യാം മക്കളെ. എത്ര ദോലനങ്ങളുണ്ട് ആ ദോലനങ്ങളുടെ എണ്ണത്തിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര ഓസിലേഷൻസ് ഉണ്ട് ആ ഓസിലേഷൻസിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമ്മളോട് ചോദിച്ചോ ഇവിടെ ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എത്രയാണ്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ദോലനങ്ങളെ, ടോട്ടൽ ഓസിലേഷൻസിനെ എടുക്കുക, സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ ഓസിലേഷൻസ് എന്ന് പറയുന്നത് 30 ആണ്. ടോട്ടൽ സമയം എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ്. സോ 30/10 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 3 ഹെർട്സ് ആണ് ഇയാളുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി. സോ നമ്മളിവിടെ ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി കണ്ടുപിടിച്ചു. എന്താ ചെയ്തത്? ആകെ ദോലനങ്ങളുടെ എണ്ണത്തിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് ആകെ നമ്പർ ഓഫ് ഓസിലേഷൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി കിട്ടും. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. സോ നമുക്ക് കിട്ടി 3 ഹെർട്സ് ആണ് ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷനുകളുടെ ഫ്രീക്വൻസി. കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഓക്കെ ആണെങ്കിൽ, റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The frequency of sound produced when a table is struck is 250 Hz. ഒരു മേശയെ തട്ടുമ്പോൾ ഉണ്ടായ ശബ്ദത്തിന്റെ ആവൃത്തി എന്ന് പറയുന്നത് 250 ഹെർട്സ് ആണെന്ന് തന്നു. വാട്ട് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ടേബിൾ? നമ്മളിവിടെ കണ്ടുപിടിക്കണം ഈ മേശയുടെ സ്വാഭാവിക ആവൃത്തി. നമുക്കറിയാം ഒരു വസ്തുവിനെ തട്ടിക്കഴിഞ്ഞാൽ ശബ്ദം പുറത്തേക്ക് വരും. അത്തരത്തിൽ ശബ്ദം പുറത്തേക്ക് വരാനുള്ള കാരണം എന്താ? ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ വസ്തു വൈബ്രേറ്റ് ചെയ്തത് കൊണ്ടാണ്. സോ ഇവിടെയുള്ള വൈബ്രേഷൻസ് അല്ലെങ്കിൽ കമ്പനങ്ങളുടെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി നമുക്ക് തന്നു. അത് 250 ഹെർട്സ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇയാളുടെ സ്വാഭാവിക ആവൃത്തി എന്താ? ഇയാളുടെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്
പറയുന്നതും ഈ ശബ്ദത്തിന്റെ ഫ്രീക്വൻസിക്ക് തുല്യമായിരിക്കും. സോ നമുക്ക് പറയാം ഈ മേശയുടെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത് 250 ഹെർട്സ് തന്നെയാണ്. കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഇത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഒരു വസ്തുവിനെ നിങ്ങൾ സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യിപ്പിച്ചാൽ അത് അതിൻ്റെതായ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ഒരു പ്രത്യേക ആവൃത്തിയിൽ കമ്പനം ചെയ്യാൻ തുടങ്ങും. ആ കമ്പനം ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് നമ്മൾ അയാളുടെ സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പേരിട്ട് വിളിക്കുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആണെങ്കിൽ റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി ടു ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി. സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ എഴുതി വെക്കാൻ പറയുന്നു. വസ്തുവിന്റെ നീളം മാറ്റുന്നതിനനുസരിച്ച് അയാളുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തിയിൽ മാറ്റമുണ്ടാകും. വസ്തുവിന്റെ സ്വഭാവത്തിനനുസരിച്ച് അയാളുടെ സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ മാറ്റമുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഈ ബോട്ടിലിനെ എടുത്തു. ഈ ബോട്ടിലേക്ക് ഞാനൊരു തട്ട് കൊടുക്കുകയാണ്. ഒരു പ്രത്യേക തരം ശബ്ദമുണ്ടായി. ഇനി ഞാൻ ഈ ബോട്ടിലിനെ മാറ്റി വെച്ച് ഒരു സ്റ്റീലിന്റെ ബോട്ടിൽ എടുക്കുകയാണ്. ഈ സ്റ്റീലിന്റെ ബോട്ടിലിനെ ഞാൻ തട്ടിക്കഴിഞ്ഞാൽ വേറൊരു ശബ്ദമാണ് ഉണ്ടാകുന്നത്, വേറൊരു ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയാണ്. സോ നമുക്ക് പറയാം ഈ എടുത്തിരിക്കുന്ന വസ്തുക്കളുടെ സ്വഭാവത്തിനനുസരിച്ച് അവരുടെ പദാർത്ഥത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് അവിടെയുള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തിയിലും വ്യത്യാസമുണ്ടാകും. ഇനി എടുത്തിരിക്കുന്ന വസ്തുവിന്റെ നീളത്തിനനുസരിച്ചും അവിടെയുള്ള സ്വാഭാവിക ആവൃത്തിയിൽ വ്യത്യാസമുണ്ടാകും. സോ രണ്ടെണ്ണമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ആ രണ്ടെണ്ണം നമുക്ക് പറഞ്ഞു വെക്കാം. ഒന്ന് വസ്തുവിന്റെ സ്വഭാവം അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആണ്. രണ്ട് വസ്തുവിന്റെ ലെങ്ത് അല്ലെങ്കിൽ നീളമാണ്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മാച്ച് ദ ഫോളോയിങ് അപ്രോപ്രിയേറ്റ്ലി. എന്താ ക്വസ്റ്റ്യൻ? മാച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ യൂണിറ്റ് തന്നിരിക്കുന്നതിൽ ഏതാണ്? അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബാർ ആണെന്ന് നമുക്കറിയാം. അന്തരീക്ഷ മർദ്ദം മെഷർ ചെയ്യുന്നത് അളക്കുന്നത് ബാരോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബാർ ബാരോമീറ്റർ. സ്പീഡ് എന്ന് പറയുന്നത് വേഗമാണ്. വേഗത്തിന്റെ യൂണിറ്റ് നമുക്കറിയാം, അത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേഗം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് സ്പീഡോമീറ്റർ ആണ്. സോ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ് സ്പീഡോമീറ്റർ എന്ന് കിട്ടി. മൂന്നാമതായിട്ട് ലൗഡ്നെസ് അല്ലെങ്കിൽ ഉച്ചതയാണ് കൊടുത്തിട്ടുള്ളത്. ശബ്ദത്തിന്റെ ഉച്ചത അളക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന യൂണിറ്റ് ഏതാ? ഡെസിബൽ ആണ്. dB എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ശബ്ദത്തിന്റെ ഉച്ചത അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ഡെസിബൽ മീറ്റർ ആണ്. സോ നമുക്ക് പറയാം ലൗഡ്നെസ് ഡെസിബൽ മീറ്റർ ആണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യേണ്ടത്. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൗണ്ട് വിത്ത് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20,000 ഹെർട്സ് ആർ കോൾഡ് അൾട്രാസോണിക്. 20,000 ഹെർട്സിനേക്കാളും ഫ്രീക്വൻസി കൂടിയ ശബ്ദത്തിനെ നമ്മൾ അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ്, ഇത്തരത്തിലുള്ള അൾട്രാസോണിക് ശബ്ദങ്ങളുടെ രണ്ട് ഉപയോഗങ്ങൾ എഴുതി വെക്കാൻ പറയുന്നു, രണ്ട് യൂസസ് എഴുതി വെക്കാൻ പറയുന്നു. ഒന്നാമതായിട്ട് കുറച്ചു മുന്നേ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെ പറഞ്ഞു വെക്കാം. ടു മെഷർ ദ ഡെപ്ത് ഓഫ് ഓഷ്യൻ. കടലിന്റെ ആഴമളക്കുന്നതിന് നമുക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗപ്പെടുത്താം. ഏതാ ഡിവൈസ്? സോണാർ എന്ന് പറഞ്ഞ ഡിവൈസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. രണ്ടാമതായിട്ട് നമുക്ക് പറയാം രോഗനിർണയത്തിനും അതുപോലെ തന്നെ ചികിത്സയ്ക്കും നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കാറുണ്ട് അൾട്രാസോണിക് തരംഗങ്ങളെ. അൾട്രാസൗണ്ട് സ്കാനിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രോഗനിർണയവും അതായത് ഡയഗ്നോസിസും അതുപോലെ തന്നെ ചികിത്സയും ചെയ്യാനാകുമെന്നുള്ള പോയിന്റ് കൂടെ ഓർത്ത് വെക്കാം. താങ്ക് യു വൺ ആൻഡ് ആൾ.